നമ്മുടെയൊക്കെ കുടുംബ പരദേവത ആരാധനാ സമ്പ്രദായം കൈവിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. മറ്റെല്ലാ തറവാടുകളിലും ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ സങ്കല്പത്തിലോ നമുക്കൊരു ഒന്നുകിൽ ഭുവനേശ്വരിയായിട്ടോ കാളിയായിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊരു ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നതായിരുന്നു. പണ്ട് എല്ലാ തറവാടുകളിലും എല്ലാ ദേശങ്ങളിലും ഉണ്ടായിരുന്നു. പിന്നീട് തറവാടുകളൊക്കെ ചിന്നപ്പിന്നായി പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉപാധികൾ ആ തറവാടുകൾ ഭാഗം വയ്ക്കുന്നതിനോ ഒക്കെ ഒരു തടസ്സമായിട്ട് നിന്നപ്പോൾ അവിടുത്തെ ചൈതന്യത്തിനെയൊക്കെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ചോട്ടായം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചു. സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നത് അതിനെ ആവാഹിച്ച് പാമ്പും മേക്കാട്ട് ആമയുടെ മംഗലം മണ്ണാറശാല പാതിരിക്കുന്നത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി സമർപ്പിച്ചു. അതെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ചിലപ്പോൾ നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ നമ്മൾ പലരും നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചുള്ള വൃദ്ധസാധനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥ തന്നെ വന്നു. അപ്പോൾ നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്നിരുന്നത് ഈ പരദേവത തന്നെയാണ്. ആ പരദേവത എന്താ പറയുക ആവാഹിച്ച് വല്ലവിടെയും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊട്ടും സന്തോഷം ഉണ്ടായിരിക്കില്ല.